വെച്ചിരിക്കുന്നുള്ളൂ. ഈ ഭൂമിയിലുള്ള പ്രയാണകാലത്തിന് വിശുദ്ധന്മാരുടെ കൂടെ കൂട്ടായിട്ട് ഞങ്ങൾ നിലനിർത്തുവാനും നിത്യകാലത്തിലുള്ള പ്രത്യാശകൾ ജീവിക്കുവാനും സ്വർഗീയമായ സമാധാനവും ഐശ്വര്യങ്ങളും എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ സംഘത്തിൽ വായിക്കുന്നു. നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചെല്ലുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രയും. അവർ രാവിലെ മുളച്ചിരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവെപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എഴുതുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടികളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. എല്ലാവർക്കും പാഠഭാഗം വായിച്ചു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക വേദഭാഗം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ദൈവവചനങ്ങളെ കേൾക്കുന്നു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരാണ്. അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ
ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനുള്ളതിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. ഇങ്ങനെ ഇവിടെ പാഠഭാഗം അവസാനിക്കും. 42-ാം കീർത്തനത്തിന്റെ 2 സ്റ്റാൻസസ് പാടുമ്പോൾ ഇനി ആർക്കെങ്കിലും ഭൗതിക ശരീരം കാണുവാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. തുടർന്ന് അത്യാവശ്യമായ സമയം പ്രതിനിധീകരിച്ചുള്ള അനുശോചനങ്ങളും നിത്യസമർപ്പണങ്ങളുമായിരിക്കും ആദ്യത്തെ 2 സ്റ്റാൻസസുകൾ. അറിയിക്കുവാനായിട്ടുള്ള സമയമാണ്. സ്ത്രീജന സഖ്യത്തെ പ്രതിനിധീകരിച്ച് മോള് രീതി സമർപ്പിക്കുന്നു. തുടർന്ന് സ്ത്രീജന സഖ്യം സൺഡേ സ്കൂൾ പ്രതിനിധിച്ച് അനുശോചനം സാറാണ് അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ബഹുമാന്യനായ നമ്മുടെ ദേവയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, സഭാജനങ്ങൾ ഏവരുമേ വീണ്ടും വന്ന കർത്താവിൻ്റെ കന്യമുള്ള നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹമാണ്.
നീണ്ട നാളായി രോഗക്കിടക്കയിലായിരിക്കുന്ന പ്രിയമ്മാമൻ കഷ്ടവും പ്രയാസമുള്ള ഈ ലോകത്തിൽ നിന്ന് വിളിച്ച് വാർത്തരിച്ച് നിത്യസ്വസ്ഥതയിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ കർത്താവിന് ഹിതമായതോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയ അമ്മാമയെ പറ്റി ഓർക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധ്യമല്ല. ഈ മകൾ ശാരീരിക ക്ലേശത്തോടെ കിടക്കുകയാകുന്നതിന് മുന്നേ എല്ലാ ഞായറാഴ്ച ദിവസവും ദൈവത്തെ ആരാധിപ്പാൻ ആലയത്തിൽ കടന്നു വരുന്നത് കാണാമായിരുന്നു. സജീവമായി എല്ലാ ആഴ്ചയിലും അവർ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ശ്രീനസഖ്യത്തിൻ്റെ അംഗമെന്ന നിലയിൽ സജീവമായി ശ്രീനസഖ്യത്തിൻ്റെ കൂട്ടായ്മയിൽ പങ്കുകൊള്ളുവാൻ നിലമാൾക്കായിലായെങ്കിലും ഭാഗികമായി പലപ്പോഴും കൂട്ടായ്മയിൽ കടന്നു വന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അതുമാത്രമല്ല ശ്രീനസഖ്യത്തിൻ്റെ ഏത് കാര്യത്തിനും ഭവനത്തിൽ ചെന്നാൽ സന്തോഷത്തോടെ ഏറ്റവും നല്ല രീതിയിൽ ശ്രീനസഖ്യത്തെ സഹായിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു പ്രിയമ്മ. എപ്പോഴും ഭവനത്തിൽ ചെന്നാലും മാമിയെ പറ്റി എനിക്ക് ഓർക്കുവാനുള്ളത് ഏത് രോഗാവസ്ഥയിലായിരുന്നാലും ഭവനത്തിൽ ചെല്ലുമ്പോഴൊക്കെ നല്ല പുഞ്ചിരിയോടെ വളരെ പ്രത്യാശയോടെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു പ്രിയ അമ്മയായിരുന്നു. മറ്റാർക്കും അധികം കണ്ടിട്ടില്ലാത്ത ഒരവസ്ഥയായിരുന്നത്. രോഗങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ പലരും മാനസിക ക്ലേശത്താലും ശാരീരിക ക്ലേശത്താലും എപ്പോഴും മുഖം ഒരുമാതിരി വാടിയിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഈ പ്രിയ അമ്മയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലായിരുന്നു. എപ്പോൾ ചെന്നാലും നല്ല പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ഒരു അമ്മയായിരുന്നു. എൻ്റെ മകളുടെ ജീവിതത്തിൽ നല്ല പ്രത്യാശയോടെ ആയിരിക്കുന്ന അവസ്ഥ കാണുവാൻ കഴിയും. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നിന്റെ ഈ മകളുടെ ദൈവമായിട്ടുള്ള ആഴമായ ബന്ധത്തെ, ദൈവസ്നേഹത്തെ ഓർക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. മൗനമായതുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ദൃഢമായ ബന്ധത്തിൽ നിലനിന്ന ഒരമ്മയാണ്. അതുകൊണ്ടാണ് അവരെ കഷ്ടതയിലും രോഗക്കിടക്കയിലും ഇത്രത്തോളം പ്രത്യാശയോടെ ആദ്യനായി ചിരിച്ച മുഖത്തോടെ കാണുവാനിടയായിരുന്നു. ഈ തരണത്തിൽ ശ്രീനസഖ്യത്തിൻ്റെതായ എല്ലാവിധ അനുശോചനവും ഞാൻ അറിയിക്കും. മാത്രമല്ല ഈ കുടുംബത്തിലെ അംഗമായ പ്രിയ സുന്യാനി ഈ സഭയിലെ സൺഡേ സ്കൂളിൻ്റെ എച്ചമായി ഇന്നും സുസ്ഥിരമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുന്യാനിയുടെ കൂടെ ഞങ്ങൾക്കും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. സുനിമാമ വളരെയേറെ വേദനയോടെയാണ് ഇരിക്കുന്നത്. നിന്റെ മകൾ, ആ മകൾ സുനിമാമ ഈ മകളുടെ ബന്ധത്തിൽ ഭർത്താവിൻ്റെ സഹോദരി എന്ന നിലയിലാണെങ്കിലും ആ ഒരു ബന്ധത്തിലല്ല അവരുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. കൂടെ പുറപ്പോടെ പോലെ, സ്വന്തം സഹോദരിയെ പോലെ, ഒരു അമ്മ മക്കളെന്ന പോലെ എപ്പോഴും വലിയ സ്നേഹത്തിലായിരുന്നു. അവരുടെ സ്നേഹം വിവരിച്ചു പറയാനുള്ള സാധ്യമല്ല. ആ ഒരവസ്ഥയിലാണ് അവരുടെ ബന്ധം ഉണ്ടായിരുന്നത്. അതും ഒരു ദൈവസ്നേഹത്തിൻ്റെ ബന്ധം തന്നെയാണെന്ന് എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് സുനിയാനി പലപ്പോഴും ഈ രോഗക്കിടക്കയായിരുന്നപ്പോൾ ദിവസവും മണിക്കൂറുകളോളം ഈ പ്രിയ അമ്മാവിൻ്റെ അടുക്കൽ പോകുവാനും എൻ്റെ മകൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പാടുവാനും മകളെ ശുശ്രൂഷിപ്പാനും വളരെയേറെ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. അത് ഞങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം. ഇതും അവർ തമ്മിലുള്ള ദൈവത്തിൻ്റെ ആഴമായ ബന്ധം സൂചിപ്പിക്കുന്ന മറ്റു പല ഭവനങ്ങളിൽ കാണാത്ത ഒരു ദൃഢമായ ബന്ധമായിരുന്നു. അമ്മാമ്മ സുനിയാനി അതിവേദനയോടെ തേങ്ങയിലൂടെ ഈ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയാണ്. അത്രമാത്രം പ്രിയ അമ്മാമ്മയുടെ വേറെ അമ്മാമ്മയെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ഞങ്ങളത് നേരിട്ട് കണ്ടതാണ്. ദുഃഖിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആശ്വാസം നൽകട്ടെ. സൺഡേ സ്കൂൾ കുടുംബത്തിൻ്റെ നാമത്തിലുള്ള അനുശോചനവും ഞാൻ ഈ തരണത്തിൽ അറിയിക്കും.
എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകത്തിൻ്റെ സമാധാനമല്ല എന്ന് പറഞ്ഞ യേശു കർത്താവിൻ്റെ വാക്കുകളിൽ ഈ ദുഃഖാർത്തരായ കുഞ്ഞുങ്ങൾ ആശ്വാസം കണ്ടെത്തട്ടെ. ദിവ്യ സമാധാനത്താൽ കർത്താവ് അവരെ നിറയ്ക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നറിയി ചെയ്ത കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ചുറച്ചുകൊണ്ട് ഈ പ്രിയമ്മാമെ വീണ്ടും നേരിൽ മുഖാമുഖം കാണാമെന്ന പ്രത്യാശ ഈ കുടുംബത്തിന് ദുഃഖാർത്തരായിട്ടുള്ള ഏവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും കൊടുക്കുവാൻ കഴിയാത്ത ദിവ്യ ആശ്വാസത്താൽ ഈ കുടുംബങ്ങളെ ആശ്വസിപ്പിച്ച് തുറന്നും പരിപാലിക്കട്ടെ. ശേഷം അനേച്ചാനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. മകനേകയായിരിക്കുമ്പോൾ ലോകത്തിന് കൊടുക്കാൻ കഴിയാത്ത സമാധാനവും ആശ്വാസവും നിന്റെ മകൻ്റെ ഉള്ളത്തിൽ നിറക്കി മാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ സിനിമ സഖ്യത്തിൻ്റെ സംഘസ്കൂടിയ എല്ലാ സംഘടനകളുടെയും പേരിലുള്ള അനുശോചനം ഒരു പ്രാവശ്യം കൂടെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കും. ചർച്ചയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൈകാര്യം വർഗീസ് സമർപ്പിക്കുകയും സെക്രട്ടറി മാത്യു ജോർജ് അനുശോചനം നൽകുകയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജോസഫ് തോമസ് അച്ഛൻ, അമ്മാമ്മയുടെ വിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന അനിയച്ചായൻ, അനില, സോൺ, കൊച്ചുമക്കൾ, മറ്റ് കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, കടന്നു വന്നിരിക്കുന്ന ദൈവജനങ്ങൾ, വേർപാട് ഒരു ദുഃഖകരമായ കാര്യമാണ്. എന്നാൽ ദൈവം ഓരോരുത്തരെയും തക്ക സമയത്ത് ദൈവം തമ്പുരാൻ്റെ അടുത്തേക്ക് വിളിക്കാറുണ്ട്. അമ്മാമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭാഷയായി വളരെ കുറച്ച് വർത്തമാനം പറയുന്ന ആളായിരുന്നു. അത് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷത്തോടും പുഞ്ചിരിയോട് ഇവിടെ പരാമർശിച്ചതുപോലെ തന്നെ പുഞ്ചിരിയോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ വളരെ കുറച്ച് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ ഔദ്യോഗികമായ കാലം വിദേശത്ത് ആയിരുന്നുവല്ലോ. അതിനുശേഷം ഇവിടെ വന്നിട്ട് എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ആരാധനകളിൽ സംബന്ധിക്കാറുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് അമ്മാമ്മയ്ക്ക് അനാരോഗ്യ കാരണം മൂലം പള്ളിയിലും മറ്റ് ആരാധനകളിലും സംബന്ധിക്കാൻ കഴിയാതിരിക്കുകയായിരുന്നു. തൻ്റെ ജീവിത പങ്കാളിയായ അനിയച്ചാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമ്മാമ്മയെ വീണ്ടും വണ്ണം പരിചരിക്കാനുള്ള ആരോഗ്യം നൽകി ദൈവതന്ത്രം കാത്തു സൂക്ഷിച്ചു. സഭാപ്രസംഗി പറയുന്നു, എല്ലാത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്നും അമ്മാമ്മയെ ദൈവം തൻ്റെ അടുക്കിലേക്ക് വിളിച്ചിരിക്കുകയാണല്ലോ. ഈ അമ്മാമ്മയുടെ നല്ല മാതൃകകളെ പിന്തുടർന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശയോടെ ഇരിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവം ആശ്വാസം തന്നെ കാത്തു സൂക്ഷിക്കട്ടെ. ഈ തരുണത്തിൽ സഭയുടേതായ അനുശോചനം ഞാൻ അറിയിക്കുകയും ദൈവം എല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ. ഏറ്റവും അടുത്ത അയൽവാസിയായി
പ്രവർത്തന സഭയിലെ സേവനം വെച്ച് നിങ്ങൾക്കുള്ള സന്തോഷത്തെ കുറിച്ച് എൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് പ്രാർത്ഥനയും അനുശോചനം കൂടുതൽ അറിയിച്ചിട്ടുണ്ട്. അതിപ്പോൾ കുടുംബത്തെ അറിയിച്ചു. പ്രിയമുള്ള അനീശൻ, പ്രിയമുള്ള കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, സഭാചരകൾ എല്ലാവർക്കും തിരുനാമത്തിൽ സ്നേഹം. തിരുവചനത്തിൽ അപ്പോസ്തലരുടെ സുവിശേഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ കാൽക്കൽ തൈലം സമർപ്പിച്ച അവയെക്കുറിച്ചാണ് പറയുന്നത്. അവൾ തന്നാലാവുന്നത് ചെയ്തു. അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന്? അവൾ തന്നാലാവുന്നത് ചെയ്തു. അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന്? യേശുവിൻ്റെ കാൽക്കൽ തൈലസമർപ്പണം തൈലാഭിഷേകം നടത്തുമ്പോൾ അസ്വസ്ഥരായ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നവരും ചോദിക്കുന്ന, അവളെ പ്രയാസപ്പെടുത്തി ഉപദേശിക്കുന്നു. അവൾക്ക് ആവും വിധം ദൈവത്തിന് വേണ്ടി ചെയ്ത നിങ്ങൾ അവളെ പ്രയാസപ്പെടുത്തുന്നു. നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയമാതാവിൻ്റെ ജീവിതത്തെ അവർക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വേണ്ടി തന്നാലാവുന്നത് ചെയ്യുവാൻ, തന്നെ ലാഭമുള്ള കർത്താവിന് വേണ്ടി ജീവിക്കാൻ ദൈവം അവസരവും ഭാഗ്യവും കൊടുത്ത ജീവിതമാണ്. എനിക്ക് ഒത്തിരി നല്ല ഓർമ്മകളാണ് പ്രിയഭവനത്തെ കുറിച്ചുള്ളത്. 2005 മുതൽ 2008 മുതൽ വരെ ഇവിടെ ശുശ്രൂഷ ചെയ്ത വേളയിൽ അനീശാനെ കുറിച്ചും പ്രിയാമ്മയെ കുറിച്ചുമുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓർമ്മയെന്ന് പറയുന്നത് പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്നേഹം ഞങ്ങൾക്ക് അവർ നൽകിയിട്ടുണ്ട്. ഞാൻ അച്ഛനായി 5 വർഷമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. എൻ്റെയും ആശ്ചര്യ പ്രായത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ വിട്ടുപിരിഞ്ഞ് ഇവിടെ വന്ന് താമസിച്ചപ്പോൾ ഇന്ന് രാവിലെയും അനീഷാനോട് പറഞ്ഞത്, അമ്മ പറയുന്നത് ഞങ്ങളുടെ മോനാണെന്ന് പറഞ്ഞു. ഇത്രമാത്രം സ്നേഹം വന്നിരുന്നു. ഇന്ന് രാവിലെയും അത് തന്നെ അനീഷാനെ ഓർമ്മിച്ചു. ഞങ്ങൾ ഒത്തിരി ഒരു പിതൃമാതൃകയുമായ സ്നേഹം അനുഭവിച്ച കുടുംബമാണ് പ്രിയപ്പെട്ട അനീഷാനെ പറഞ്ഞത്. രണ്ടുപേരും വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലൊഴികെ രണ്ടുപേരും ഒന്നിച്ചാണ് ഇപ്പോഴും നമ്മൾ കാണുന്നവർ. വെളിയിലേക്ക് പോയാൽ കാറിലെപ്പോഴും പ്രിയമാമയും അച്ഛൻ്റെ കൂടെ കാണും. ആ ഭവനത്തിലേക്കുള്ള എപ്പോൾ ചെല്ലുമ്പോഴുള്ള ആ സ്നേഹത്തോടു കൂടിയുള്ള സ്വീകരണം വളരെ സന്തോഷത്തോടു കൂടിയാണ്, നിറഞ്ഞ മനസ്സോടും നിറഞ്ഞ പുഞ്ചിരിയോടും കൂടിയുള്ള സ്വീകരണമാണ് ഇരുവരുടെ. അനീച്ചയെല്ലാം മറന്ന് ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുമ്പോൾ മമ്മ ഉള്ള ശാന്തങ്ങളുടെ ചിരിക്കുന്നു. രണ്ടുപേരും അവിടെ ചിലവഴിക്കുന്ന അത്രയും സമയം ഒരിക്കലും അവരുടെ ആകുലതകൾ പറഞ്ഞിട്ടില്ല, അവരുടെ വേദനകൾ പറഞ്ഞിട്ടില്ല, അവരുടെ നൊമ്പരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. അവിടെ ഇരിക്കുന്ന സ്നേഹമൊക്കെ ഞങ്ങളുടെ 2.25 വയസ്സുള്ളപ്പോഴാണ്. മൂത്ത പറഞ്ഞ 2.25 വയസ്സുള്ളതാണ്. പ്രേമാവ് എപ്പോഴും അവനെ കൂട്ടിക്കൊണ്ടുപോയി അവനെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിപ്പാനും കളിപ്പാട്ടങ്ങൾ എടുത്തു കൊടുത്ത് കളിപ്പിക്കുവാനും ഒക്കെ ശ്രദ്ധിച്ചിരുന്നതൊക്കെ ഞാൻ എപ്പോഴും ഓർക്കും. ഒരു സർക്കാർ പ്രിയപ്പെട്ട മാമ അനീഷാനെയും തുണയുമായി കൂടെ നിന്ന മാതാവ് ഓർമ്മിപ്പിച്ചതുപോലെ സൗമ്യമായ ഇടപെടലുകളിലൂടെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എന്നും സ്ഥാനം പിടിച്ചിരിക്കുന്ന, അതിലൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളത് മാമയുടെ ഇരിപ്പിടം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആരാധനയിൽ കൃത്യനിഷ്ഠയോടെ അനീഷനോടുണ്ടെങ്കിൽ മാമയെ തീർച്ചയായിട്ടും കാണും. വളരെ അപൂർവമായിട്ടൊക്കെ നടന്ന് വന്നിട്ടുണ്ട്. രണ്ടുപേരും വളരെ കൃത്യനിഷ്ഠയോടുകൂടെ ആരാധനയിൽ പങ്കെടുക്കും. എന്നാൽ എനിക്ക് അനീഷനോടുള്ള ഒരു വലിയ പ്രത്യേകത സ്നേഹമാണ്. പ്രസംഗത്തെ വളരെ ശ്രദ്ധിക്കുന്നതാണ്. പലപ്പോഴും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തൊക്കെ പറയുന്നത് ഞാൻ ഓർക്കുന്നു. നല്ലതുപോലെ പ്രിപ്പയർ ചെയ്താണ് പ്രസംഗിക്കുന്നത്.
അച്ഛൻ്റെ നല്ല ശബ്ദമാണ്. കഴിഞ്ഞ അച്ഛൻ്റെ പ്രസംഗം എനിക്ക് ഒത്തിരി എനിക്ക് ടച്ച് ചെയ്തു എന്നൊക്കെ എനിക്ക് എപ്പോഴും പറയും. മാമൻ ശബ്ദമായിട്ട് അതിനോടൊക്കെ ചേർന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അനീഷാനെ കുറിച്ചുള്ള ഒരു വിഷയം ഇവിടെ വെച്ച് ഏറ്റവും കൂടുതൽ എന്നെ പ്രസംഗത്തിൻ്റെ കാര്യത്തിലൊക്കെ അനീഷാനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് നമുക്ക് വളരുവാനുള്ള എന്നോട് പറയും അച്ഛൻ നല്ലതുപോലെ പ്രസംഗിക്കണം, മഹാടവയിലെ നല്ലൊരു പ്രസംഗനായി വരണമെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹ വചനങ്ങളൊക്കെ അനീഷാൻ പറയുന്നതൊക്കെ ഞാൻ ഓർമ്മയുണ്ട്. അവരത് ചെല്ലുമ്പോൾ ഇരുവർക്കും സഭയോട് അടങ്ങാത്ത സ്നേഹമുണ്ട്. ദീർഘനാളുകൾ അവരിവിടെ ഇല്ലായിരുന്നെങ്കിലും വന്നപ്പോൾ ഇവിടെയുള്ള സമയത്തൊക്കെ സഭയെ ആവും വിധം സഹായിപ്പാൻ അവരുടെ സാന്നിധ്യം കൊണ്ടും സഹകരണങ്ങൾ കൊണ്ടും രണ്ടുപേരും വളരെ ശാന്തമായി സഭയെ സ്നേഹിക്കുന്നവരാണ്. മുഖ്യധാരകളിലേക്ക് വന്ന് അവർ അവരുടെ സാന്നിധ്യം അറിയിക്കാറില്ല എങ്കിലും എനിക്കത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന 2 വർഷവും കണക്കുകളൊക്കെ കൂടി ചെയ്തത് അനീഷാനാണ്. എൻ്റെ ഓർമ്മ ഉള്ള കുടുംബം ഈ സഭയിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. അവരുടെ സേവനങ്ങളെയും സാന്നിധ്യത്തെയും സഹകരണത്തെയും പ്രാർത്ഥനയും ഒക്കെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് അനീഷാൻ്റെ പ്രാർത്ഥന കാര്യങ്ങളിൽ വഹിക്കണമേ. ഞാൻ ഓർമ്മിച്ചതുപോലെ ഇണവില്ലാതെ ഒന്നായി യാത്ര ചെയ്ത ഒരു കൂട്ടത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരാൾ മാറ്റപ്പെടുമ്പോൾ ഇനിയുള്ള യാത്രകളിൽ 2 പേർ ചെയ്തിരുന്ന കാര്യം ഒരാൾ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ 80 കിലോ ഭാരമുള്ള ഒരു വസ്തു 2 പേർ ചേർന്നെടുക്കുമ്പോൾ 40 മതി. ഒരാളെടുക്കുമ്പോൾ 80 കിലോയുടെ എഫേർട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതുവരെ പകുത്തെടുത്ത് പകുതിയായി കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് കുറെ കൂടെ ലളിതമായിരുന്നു, കുറെ കൂടെ ഈസി ആയിരുന്നു. ഇനി പല കാര്യങ്ങളും അനീഷാൻ തനിയെ നോക്കിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ കാര്യങ്ങളിൽ പ്രത്യേകമാണ് ഓർക്കണമേ. ദൈവത്തിൻ്റെ സമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ. അനീഷാൻ കുടുംബാംഗങ്ങൾക്കും എൻ്റെ കുടുംബമായിട്ടുള്ള നിശ്ചോദനത്തെ അറിയിക്കുന്നതോടൊപ്പം പ്രിയ നീങ്ങിയപ്പോൾ ചില സാന്നിധ്യം കൊണ്ടാണ് എനിക്കിന്ന് ഇതിന് മുഖ്യ കാവലിത്വം വഹിക്കേണ്ടത്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ ശുശ്രൂഷയിൽ കാണുമായിരുന്നു. ഏതായാലും ദൈവത്തിന് നിയോഗമായിരിക്കാം ഈ ശുശ്രൂഷ നിർവഹിക്കുവാനാണ് ദൈവം അവസരം എനിക്ക് നൽകിയത്. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, സമാധാനത്താൽ നൽകി. പ്രാർത്ഥനയ്ക്കായിട്ട് കുടുംബാംഗങ്ങൾ വഴി ബാക്കി എല്ലാവർക്കും എഴുതിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സർവ്വസ്നായ കർത്താവേ,
വിശ്വാസികളുടെ ശബ്ദത്തിന്റെ ഭാഗത്ത് നീക്കപ്പെടുന്ന ശേഷം നിങ്ങളോടുകൂടെ ആനന്ദത്തിലും ഭാഗ്യത്തിലും വരികയും ചെയ്യുന്നല്ലോ. പ്രിയവാസിയെ ഈ പാപത്തിൽ അനിഷ്ടങ്ങളുടെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിൽ സത്യവിശ്വാസവും ആത്മാവിനും ശബ്ദത്തിലും നിത്യതയ്ക്കുള്ള നിത്യമാർഗത്തിൽ സകല സഭകളെയും മോക്ഷത്തിലേക്കേണ്ടതും ഇതേ സംഖ്യേശ്വരദേശത്തെ രാജ്യപ്പെടുത്തുവാൻ എന്റെ കണ്ടുകൊണ്ട് രക്ഷിതാവുന്നുണ്ട്. ഞങ്ങളുടെ സുരക്ഷിക്കാനുള്ള ഞങ്ങളൊക്കെ അപേക്ഷിക്കുന്നു. അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കുകയും ജീവിതത്തിൽ വിശ്വസിക്കുന്നതില്ലല്ലോ. ഞങ്ങളോട് അപേക്ഷിക്കുന്നു. അതിന്റെ സർവ്വ ഭാവനമാർക്കും അവരുടെ മക്കളുണ്ടാകും. നിത്യലോകത്തിൽ എനിക്കുണ്ടായിരിക്കട്ടെ. പിതാവിന്റെ പരിശുദ്ധാത്മാപ്പെടുത്തി ഈ അവസരമായി സുരക്ഷിത സാക്ഷികാരൻ പറഞ്ഞുകൊണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കണം. ഇപ്പോൾ കുടുംബത്തിലെ പ്രത്യേകിച്ച് ഇപ്പോൾ നന്ദിവാക്കൾ അറിയിക്കുന്നവരുടെ തീർച്ചയായും ക്ഷണിച്ചു. ബഹുമാന്യനായ ദേവസഭയിൽ അതോടൊപ്പം സ്നേഹവാനും ഞങ്ങളെ കൊല്ലം സ്നേഹിക്കുന്ന സ്നേഹിതരായി എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനോട് നന്ദി പറയേണ്ട ആവശ്യമില്ലെങ്കിൽ നന്ദി പറയേണ്ട ഔദ്യോഗികമായി മാത്രമാണ്. അച്ഛൻ നമ്മൾ അന്യൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ കാണുമായിരുന്നു. അതുപോലെ മറ്റുള്ള അച്ഛന്മാരൊക്കെ അവരുടെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടാകും, പറയാൻ എല്ലാവരും അവരുടെ അച്ഛനെ അറിയിച്ചിട്ടുണ്ട്. അന്യൻ്റെ അച്ഛനാണെങ്കിൽ എല്ലാ ദിവസവും വരികയും പ്രാർത്ഥന നടത്തുകയും ആൾക്കാരെ സംഘടിപ്പിച്ച് പാടാനും പ്രാർത്ഥിക്കാനും എല്ലാം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അദ്ദേഹത്തോടെ കുടുംബത്തിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ രജീവ് സുഖാച്ചൻ നമ്മുടെ ആരാധനയിൽ പങ്കെടുത്തു. ഉപവാസ പ്രാർത്ഥനയിൽ പോകുന്നതിന് അത്യാവശ്യമായിട്ട് പോയി അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ മാധ്യമദേശി അദ്ദേഹത്തിൻ്റെ പത്നിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം രണ്ട് മക്കളും വന്നിട്ടുണ്ട്. അവരോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. പിന്നെ ബന്ധുക്രായികളായി വന്നിരിക്കുന്ന ഏവരും വളരെ ദൂരത്തുനിന്നും സമീപത്തുനിന്നും വന്ന എല്ലാവരെയും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു, അവരോട് നന്ദി പ്രകടിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ കവിയാർ രാജൻ അദ്ദേഹവും എല്ലാ വീടുകളിൽ നിന്നും പറഞ്ഞുകൊണ്ട് അറിയിക്കുകയും വേണ്ട കവിയാണ് അറിയിച്ചിരുന്നു.
പിന്നെ ലാൻഡ് ഫോട്ടോഗ്രാഫി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ വേണ്ട അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു ലാൻഡിനോട് നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ടെലികാസ്റ്റിംഗ് കോർപ്പറേഷനിലെ ആൾക്കാർ നമ്മളെ വന്ന് സഹായിച്ചു. അവരിത് TV-യിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതാണ്. വേണമെങ്കിൽ കാണാൻ www.alp.tv അപ്പോൾ അത് കിട്ടുന്നതായിരിക്കും. വേണ്ടവർക്ക് പിന്നെ കാണാൻ. പിന്നെ പത്തനംതിട്ട സഹായിച്ച രാജ്യങ്ങളോട് നന്ദി അറിയിക്കുന്നു. പിന്നെ ഇലക്ട്രീഷ്യൻ ലൈറ്റ് മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തുതന്ന ഇലക്ട്രീഷ്യനോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ വെള്ളം സപ്ലൈ ചെയ്ത നൗഷാദ് അതുപോലെ തന്നെ വെള്ളം ക്രമീകരണമൊക്കെയും അങ്ങനെ ചെയ്തു തന്നു. പിന്നെ ബെസ്റ്റ് ബേക്കറി നമുക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ കല്ലറപടിയ രാധാകൃഷ്ണൻ പാർട്ടി അവർ വളരെ കാര്യമായി പഴയ കല്ലറയ്ക്ക് യാത്രകൾ കൂടാതെ പൊളിച്ച് ഭംഗിയായി കെട്ടി അവരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. പിന്നെ പന്നിയാണ് എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹവും ബഹുമാനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾ കടഞ്ഞയാത്രയ്ക്ക് കൂടി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ആരാധനയ്ക്ക് ശേഷം എല്ലാവരും ലഘുഭക്ഷണം കഴിഞ്ഞിട്ട് പോകാമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പള്ളിയുടെ മുന്നിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളം കുടിച്ചിട്ട് വെള്ളമൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ ഇരിക്കുക. ആരും കുടിച്ചില്ല. നിങ്ങൾ മാത്രം വെള്ളം കുടിപ്പിക്കുന്നത് മാത്രം കണ്ടിട്ടുണ്ട്. നന്ദി, നമസ്കാരം. 168 ഗീതം പാടുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷക്കാരുടെ സെക്രട്ടറിയിലേക്ക് എടുക്കുന്നതാണ്. ആർക്കെങ്കിലും കാണുവാനുണ്ടെങ്കിൽ അത് സമയത്ത് മുൻപോട്ട് അവരാണ്. ഗീതം 468. Thank you.
പ്രസവിച്ച മനുഷ്യന് ജീവിച്ചിരിക്കാനുള്ള കാലം പരിശുദ്ധ കൊണ്ടായി നിറഞ്ഞതുമാകുന്നു. അവൻ ഭൂപാലം ഉണ്ടായി പൊഴിഞ്ഞു പോകുന്നത് ഏൽപ്പോലെ ഓടിപ്പോകുന്നത് സ്ത്രീ തന്നെ നിൽക്കുന്നതുമില്ല. ജീവനോടിരിക്കുമ്പോൾ ഞങ്ങൾ മരണത്തിലിരിക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ന്യായമായി കോപിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നല്ലാതെ പിന്നെ ആരും സഹായം അന്വേഷിക്കുന്നെങ്കിലും മഹാപരിശുദ്ധ ദൈവമാകുന്ന കർത്താവേ, മഹാശക്തിയുള്ള കർത്താവേ, പരിശുദ്ധ മഹാകരുണയുള്ള രക്ഷിതാവേ, നിത്യമരണത്തിന് കൈപ്പായ വേദനയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുത്. കർത്താവേ, നീ ഞങ്ങൾ ഹൃദയങ്ങളുടെ രഹസ്യങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവികൾ അടച്ചു കളയരുത്. എന്നാൽ ഞങ്ങളുടെ കനിവുണ്ടാകണം. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധയും കരുണയുമുള്ള രക്ഷിതാവേ, മഹായോഗ്യ നിത്യനുമായ വിധി കർത്താവേ, ഞങ്ങളുടെ അന്ത്യനാഴിക ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുത്. ശവക്കല്ലറ വിശ്രമത്താൽ ശവക്കുഴിയെ തന്നെ ജനങ്ങളുടെ പ്രത്യാശയുടെ ശുദ്ധീകരിച്ച കർത്താവായ യേശുക്രിസ്തുവേ, പുനരുദ്ധാനവും ജീവനുമായിരിക്കും നിന്റെ ഈ ദാസ്യ സ്വസ്ഥത അനുഭവിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴിന്റെ ദാസിയുടെ ശരീരത്തിന് വിശ്രമസ്ഥലമായി തീരാൻ കൃപയില്ലണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മുഖം മൂടി വെട്ടി അടയ്ക്കാവുന്നതാണ്. തലേണ പുറകോട്ടങ്ങ് പുള്ളി ചെയ്തു വെട്ടി അടയത്തില്ല. ഇത് വലിച്ചത് മൂടിക്കും. വീട്ടുകാർക്ക്
എല്ലാവർക്കും അവസാന പെട്ടി ഇറക്കത്തുള്ളത് കൊണ്ട് ഇപ്പോഴാണ് നന്നാക്കുന്നത്. എല്ലാവർക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. ഇവിടെ നിന്ന് എടുത്ത് തരത്തില്ല, അതിട്ടിട്ട് ഇവിടെ ഇടാം. എല്ലാവരും എടുക്കും. അടച്ചോ? മരിച്ചുപോയ നമ്മുടെ ഈ പ്രിയദാസിയുടെ ആത്മാവിനെ തന്റെ അടുക്കിലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് എന്റെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കാൻ സകലവും എനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നൊരു വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിന് മഹത്വമുള്ള ശരീരത്തിന് രൂപമായി രൂപാന്തരപ്പെടും നമ്മുടെ കർത്താവായ യേശുമശിഹ മൂലം നിത്യജീവങ്കിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന നിശ്ചയമുറപ്പുള്ള പ്രത്യാശയോടുകൂടെ നാം ഈ ദാസിയുടെ ശരീരത്തെ മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി ഒഴുക്കി പൂരിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന അമൃതന്മാർ ഭാഗ്യവാന്മാർ അതേ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ദൈവസന്നിധിയിൽ പ്രഖ്യാപിക്കാം. ശക്തനായ ദൈവമേ, നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ ജ്ഞാന ശരീരത്തിൽ ഏകമായ സംസർഗത്തിന് കൂട്ടായ്മ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്യമായും കൂടാതെ സ്നേഹിക്കുന്നവർ നേരിട്ടിട്ടുള്ള പറഞ്ഞു തരാത്ത ആനന്ദങ്ങളിൽ പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് സകല സുഹൃത്ത് ദൈവത്തിൽ നടക്കുന്നതിന് അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാവിന് കൃപ ചെയ്യണമേ. സകല മനുഷ്യന്റെ പിതാവായ നിശ്ചയമേ സർവ്വലോകത്തിനും ആവശ്യങ്ങളെ നിങ്ങൾ പരിമേൽപ്പിക്കുന്നു. വിദ്വേഷമുള്ള സ്നേഹം പിരിച്ചിരിക്കുന്ന ക്ഷമയും ആശ്രയമില്ലാത്തിരിക്കുന്ന വിശ്വാസവും ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും അന്തരാധിക്കുന്ന പ്രകാശം നൽകണമെന്ന് ഞങ്ങളുടെ വീട് പരിശുദ്ധമായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന അരുളിച്ചെയ്ത ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ദീർഘനാളുകൾ ലോകത്തിൽ അനുഗ്രഹകരമായി ജീവിച്ച വാത്സല്യ മാതാവിന്റെ നല്ല ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. പ്രയാസങ്ങളും പ്രതികൂലങ്ങളുടെയൊക്കെ സാഹചര്യങ്ങൾ വ്യാപരിച്ച ദൈവകൃപ വഴി നടത്തിയ അവിടുത്തെ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അവിടുന്ന് തന്റെ നാളുകൾ പൂർത്തീകരിച്ച് പ്രിയമിച്ച കർത്താവിലേക്ക് എത്തിച്ചേർക്കുമ്പോൾ ദൈവം പ്രിയദാസിയുടെ ജീവിതത്തെ അവിടുന്ന് കഴിഞ്ഞ നാളിൽ മാനിച്ച് അനുഗ്രഹിച്ചതിന് നന്ദിയോടെ സ്തോത്രം. നല്ലൊരു ഭാര്യയായ, നല്ലൊരു അമ്മയായ, നല്ലൊരു വല്യമ്മച്ചിയായ, നല്ലൊരു സഭാംഗമായി നല്ല കർത്താവ് ജീവിത സാക്ഷ്യത്തോടെ ജീവിപ്പാൻ ദൈവം ഇടയാക്കിയ അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അനീശാനോട് ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസികമായി കർത്താവെ ആർക്കും ആശ്വസിപ്പിക്കാനോ ആശ്വാസം കൊടുക്കുവാനോ കഴിയത്തില്ല. എങ്കിലും കർത്താവ് കൃപയോടെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസിയുടെ ക്ഷീണാവസ്ഥയിലൊക്കെ ശുശ്രൂഷിപ്പാരുടെ കരങ്ങളെ ബലപ്പെടുത്തിയതിന് നന്ദിയോടെ സ്തോത്രം. ദാസന സമയങ്ങളൊക്കെയും കൊടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ കർത്താവെ വേർപാട് ദുഃഖം അനുഭവിക്കുന്ന വേളയിലും സമാധാനം നൽകി ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മകളെ ഞങ്ങൾ കുടുംബമായിട്ട് സമർപ്പിക്കുന്നവരെയും ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ താങ്കൾ സമഗ്രമായിരുന്ന സ്നേഹിച്ച മാതാവിനെ യാത്ര പറയുമ്പോൾ പ്രിയപ്പെട്ടവർക്കുള്ള വേദനകളും ദുഃഖങ്ങളും ഒക്കെ അറിയുന്നെങ്കിലും പ്രിയമിച്ച കർത്താവിൽ കാണാമെന്നുള്ള പ്രത്യാശയോടെ കർത്താവ് ജീവിപ്പാൻ അവരെ സഹായിക്കും. ബന്ധുമിത്രാദികളെ സ്നേഹിതരെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സഭാജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്ക് കർത്താവെ വാത്സല്യമുള്ള അംഗത്തെ നഷ്ടമാകുമ്പോൾ ആ ദുഃഖം നികത്തുവാനായിട്ട് മറ്റൊന്നിനും സാധിക്കത്തില്ല. സ്തോത്രം. ദൈവമായ കർത്താവെ, ഭവനത്തിൽ ഇടയ്ക്കൽ ഒരു സാന്നിധ്യമില്ലാതെ പോയില്ല. ഇനി മുതൽ അങ്ങനെ ഒരു സാന്നിധ്യമില്ല. അവിടെ ഒരു ശബ്ദമില്ല, അവിടെ ഒരു ചലനമില്ല. ഇതെല്ലാം ദൈവം അറിയുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരൊക്കെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തണം. എല്ലാ കാര്യാദികളും ചെയ്യുവാൻ നിൽക്കണം. നിങ്ങൾ ഭയങ്കര വേണ്ട
ദൈവകൃപയൊക്കെ നൽകി പരിപാലിക്കണം. നമ്മുടെ സാന്നിധ്യവും പ്രാർത്ഥനയും ഇവരുടെ ആശ്വാസമായി തീരാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ 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 കലാസിച്ചോ കുഞ്ചാന് താങ്ക്സ് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു കൊയറുകാരെ വിട്ടുപോയി തോന്നുന്നു. ഒരു വിഷമത്തോട് പറഞ്ഞിട്ടും വിട്ടുപോയതാണ്. കൊയറുകാർക്ക് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം സ്കൂളിൽ പോകേണ്ടതാണ്. അധ്യാപകരാണ് കൂടുതൽ, അവർക്ക് സ്കൂളിൽ പോകേണ്ടതാണ്, ഓഫീസിൽ പോകേണ്ടവരെല്ലാവരും വളരെ നന്നായി കൊയറ് വന്നു സഹകരിച്ചു. ഇത്രയും ഒരു ദിവസം അവരെല്ലാവരും ലീവെടുത്ത് വന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യം പറയാൻ വിട്ടുപോയതിൽ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെയധികം നന്ദി കൊയറിനെ അറിയിക്കുന്നു. നമ്മുടെ പുനരുദ്ധാനം ജീവനും യേശുമശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുദ്ധാനം ജീവനമായ യേശുമശിഹായുടെ ശക്തികളെ അവൻ്റെ സൂക്ഷിക്കാതെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുദ്ധാനം ജീവനമായ യേശുമശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടു കൂടെ പോകാം. ആദ്യോടന്തം പ്രാർത്ഥനാപൂർവം ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരുമുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഗാനങ്ങൾ ആരംഭിച്ച ഗായക സംഘത്തോടും നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗാനീശാനെയും കുടുംബാംഗങ്ങളെയും പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർക്കണം. കടന്നു വരിക്കുന്ന എല്ലാവർക്കും റിഫ്രഷ്മെൻറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും പങ്കെടുത്തിട്ട് പോകാവുള്ളതെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. വളരെ ശാന്തമായിട്ട് പുതിയ ശരീരം പുതിയിലേക്ക് വയ്ക്കാറുണ്ട്. ധൃതി വയ്ക്കാതെ വളരെ ശാന്തമായിട്ട് ഉണ്ടാക്കിയപ്പോൾ പിടിക്കണം. ഇവിടെ പിടിക്കണം, പെട്ടിയെ പിടിച്ചു കൊടുക്കണം. എന്നിട്ട് കയറും ഇവിടെ കൂടെ പിടിച്ചു രണ്ടുപേരും കയറുന്ന പിന്നെ അവിടെ ഒരാളുടെ തലക്കരന്ന് പിടിച്ച് വെയിറ്റ് എടുത്തിട്ട് നിങ്ങൾ കയ്യെല്ലാം എടുത്ത് കൊടുത്തു പതിയെ നോക്കി വെച്ചോ
വരുമ്പോ ഇത് കൊടുത്ത താഴോട്ട് ഒരു അപ്പച്ചന്റെ മേളിൽ ഒരാൾക്കൂടെ ഒപ്പം ഇതുപോലെ ഞങ്ങളവിടെ 8 അടി താഴ്ചയിലാണ് നാലടി കഴിയുമ്പോൾ വെള്ളോ പുതുപ്പുള്ളേ വലിയ കഴിഞ്ഞ് വരച്ചപ്പോഴേ കുഴി എടുത്തപ്പോ അവൻ അങ്ങനെ പുള്ളി നല്ല ഭംഗിയായിട്ട് നെയ്യുമായിരുന്നു.